കളക്ട്രേറ്റുകളിലേക്കും നിയമസഭയിലേക്കും ജോയിന്റ് കൗൺസിലിന്റെ പ്രവർത്തകർ കൂടി സമരം നടത്തി, പ്രകടനം നടത്തി, പ്രതിഷേധ ധർണകൾ നടത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഈ സർക്കാർ പിടിച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 ജൂലൈ 1 ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ അതിന് തൊട്ടു മുമ്പ് 10ാം ശമ്പള കമ്മീഷനിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും ഒക്കെ കിട്ടിയ ചില ആനുകൂല്യങ്ങൾ 11ാം ശമ്പള പരിഷ്കരണത്തിൽ തടഞ്ഞുവെക്കപ്പെട്ടു. സിറ്റി കോമ്പൻസേറ്ററി അലവൻസും ജീവനക്കാരുടെ സർവീസിനനുസരിച്ച് അവർക്ക് ലഭിച്ചിരുന്ന വെയിറ്റേജുമൊക്കെ 11ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയപ്പോൾ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ നിർത്തലാക്കി. 1.38 എന്ന അനുപാതത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചുവെങ്കിലും 2019 ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച ശമ്പളത്തിന് 2020 ജനുവരി 1 ജൂലൈ 1 2 ഗഡു ക്ഷാമബത്ത, 4, 3, 7% ക്ഷാമബത്ത മാത്രം അനുവദിച്ചുകൊണ്ട് ഇത്രയും കാലം 5 വർഷം പൂർത്തിയാകുമ്പോഴും അതിനു ബാക്കി 1% പോലും ക്ഷാമബത്ത നൽകാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ പീഡിപ്പിക്കുകയാണ് ഈ സർക്കാർ.